കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA-BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ റിവോൾവിംഗ് ഡേയ്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ള സ്പീക്കർ അല്ലെങ്കിൽ ഓഥർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ലവ് സ്റ്റോറി, ഒരു അനുഭവമാണ് അദ്ദേഹം ഇതിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ട്രാജിക്കായിട്ടുള്ള ഒരു എന്താ പറയുക എൻഡാണ് ഇതിനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് പോയമാണ്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചാപ്റ്റർ വായിക്കുമ്പോൾ, ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് എസ്സേ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ എസ്സേയിൽ തന്നെ ഷോർട്ട് ആൻസേഴ്സും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യന് ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ആ എസ്സേ അങ്ങനെ തന്നെ എഴുതിയാലും മതിയായിരിക്കും. Okay, so let's move on to the chapter. David Malouf has written the poem Revolving Days. He is a famous Australian novelist, poet and short story writer. Revolving Days is a simple poem with 3 stanzas. The poem is all about the romantic, beautiful memories of poet's life. He cherished the memories of the year when he had nowhere to go, falls in love with her. ഡേവിഡ് മലൂഫ് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് റിവോൾവിംഗ് ഡേയ്സ്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ നോവലിസ്റ്റ്, പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഈ പോയം ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 സ്റ്റാൻസ മാത്രമുള്ള വളരെ ചെറിയൊരു പോയമാണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ മെമ്മറീസും അനുഭവങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ ഇദ്ദേഹം എപ്പോഴാണ് സ്നേഹത്തിലൊക്കെ അല്ലെങ്കിൽ ലവിൽ പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വർഷം ഇദ്ദേഹത്തിന് വേറെ എവിടേക്കും പോവാനില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹം ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ദ ഗേൾ. He remembers the colors of shirts he wore in order to impress his lover. Mint green shows the beginning of love. The pink shows the growth of their love. The tan with darker stripes shows the love did not last. He wishes that if she would come to his room while knotting his tie, but he realizes that she is not with him. He remembers the past days where he was in love, the time he spent with her, but he realizes that she is gone. He feels that he made a big mistake of loving her. ഇവിടെ അവൻ ഈ സ്പീക്കർ സ്നേഹബന്ധത്തിലായിരുന്നപ്പോൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകതകൾ കാണിക്കുമല്ലോ. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒക്കെ വ്യത്യാസം കാണിക്കും. ഇത് തന്നെയാണ് പുള്ളിക്കാരനും ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം എന്താ ചെയ്ത, കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഷർട്ട്സുകളൊക്കെ മാറിയിട്ട് അവളുടെ മുന്നിൽ വരാൻ തുടങ്ങി. എന്തിനാ? അവളൊന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ എടുത്ത് പറയുന്ന കുറച്ച് കളേഴ്സുകളുണ്ട്. ആ കളേഴ്സിന് ഇതിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് കേട്ടോ. അതിൽ പറയുന്നത് മിൻറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആണ്. അത് സിംപിളൈസ് ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവലാണ്. പിന്നെ പിങ്ക് കളർ ഷർട്ട് ഇടുന്നുണ്ട്, അത് ഗ്രോത്ത് ഓഫ് ദെയർ ലവ് മീൻസ് ഒരു സ്നേഹം പതുക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. പിന്നെ 3ാമതൊരു ഷർട്ട് പറയുന്നത് ടാൻ വിത്ത് ഡാർക്കർ സ്ട്രൈപ്സ്, ഇങ്ങനെ വരയുള്ള ഒരു ഷർട്ടാണ്. അതവരുടെ ലവ് ബ്രേക്കപ്പ് ആകുന്ന ഒരു സമയത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, അത് ഈ പോയത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്റ്റ് ലൈഫും പ്രസൻറ്റ് ലൈഫും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ സ്പീക്കർ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് പാസ്റ്റ് ലൈഫായിരുന്നു, ഇനി അദ്ദേഹം പറയുന്നത് പ്രസൻറ്റ് ലൈഫാണ്. ഹി വിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അവളെങ്ങാനും ഇങ്ങോട്ടിപ്പോൾ വന്നിരുന്നെങ്കിൽ, ഈ മുറിയിലോട്ട് വന്നിരുന്നെങ്കിൽ. ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അതിൻ്റെ ഷർട്ടിൻ്റെ ടൈ നോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകയാണ്. അപ്പോൾ അവൾ വന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വെറുതെ ഒന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണ്. പിന്നെ അദ്ദേഹം റിയലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എൻ്റെ കൂടെ ഇല്ല. They never wrote, but they shared many promises. She looks beautiful and attractive with her blue eyes.
The poet is scared whether she may be looking at someone else. He does not know whether she is married or where she is. Anyway, he says that whether she is, she need not worry. Wherever she is, she need not worry that he will never come to disturb her, but still he loves her. ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി പ്രോമിസസ് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം, ഒത്തിരി പ്രോമിസസ് കൊടുക്കും. ഞാൻ അത് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം. പക്ഷെ അത് ഒക്കെ ലാസ്റ്റിംഗ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതിനെല്ലാത്തിനും അവസാനം അദ്ദേഹത്തിന് അവളെ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. മീൻസ് അവനെ ഉപേക്ഷിച്ച് പോയി. ഇവിടെ അവളുടെ ഐസിനെ, കണ്ണുകളെ എടുത്ത് പറയുന്നുണ്ട്. വെരി അട്രാക്റ്റീവ്, ഷീ ലുക്സ് വെരി അട്രാക്റ്റീവ്. അവൾ ബ്ലൂ ഐസാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളും അട്രാക്റ്റീവാണ്. പിന്നെ പോയിട്ട് പറയുന്നത്, ഇപ്പോൾ അവൾ ആരെയാണോ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും എന്നെയല്ല, അപ്പോൾ വേറെ ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവളിനിപ്പോൾ കല്യാണം കഴിഞ്ഞോ എന്നും കൂടി എനിക്കറിയില്ല, അല്ലെങ്കിൽ എവിടെയാണ് അവളെന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും അവൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട. കാരണം അവൾ എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും അവരുടെ ഇടയിലോട്ട് ഞാനൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഒരിക്കലും പോവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഹി ലവ്സ് ഹെർ, എന്നുവെച്ചാൽ ഇപ്പോഴും അവൻ അവളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണെന്ന്. ജസ്റ്റ് ഒന്ന് സമ്മറി എന്ന് പറയാനായിട്ട്, ഈ സ്പീക്കർ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പണ്ടെപ്പോഴോ. ആ സ്നേഹം പക്ഷെ അവൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവനത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുറിയിൽ വെച്ചിട്ട് ഷർട്ടിൻ്റെ ടൈ ഒന്ന് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അവളങ്ങനെ ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ. പക്ഷെ പിന്നെ അദ്ദേഹം റിയലൈസ് ചെയ്യാണ്, ഇല്ല, അവൾ എന്നെ ഉപേക്ഷിച്ച് ഓൾറെഡി പോയി കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്, ഓരോ ഷർട്ടുകൾ മാറി മാറി ഇടുമ്പോഴൊക്കെ അദ്ദേഹം കണ്ണാടിയിൽ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഓർമ്മിക്കുന്ന ആ പണ്ടത്തെ കാലമാണ്. ആ 3 കളേഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കളർ ഷർട്ടുകളൊക്കെ ഇട്ടിരുന്നതും അതിൻ്റേതായ സിമ്പിൾസും വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്, ലവ് സ്റ്റാർട്ടിങ്, അത് ലവിൻ്റെ ഗ്രോത്ത്, ലവ് എൻഡ് ആകുന്നത്. ഓക്കെ, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് പറയാനായിട്ട്. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്പീക്കർ സീം ടു റിമെമ്പർ? എന്താണ് നമ്മളുടെ സ്പീക്കർ ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നത്? He remembers the past days where he was in love, the time he spent with her, but he realizes that she is gone. He feels that he made a big mistake of loving her. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ കാലത്തിലെ സ്നേഹത്തെക്കുറിച്ചിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവളെ സ്നേഹിച്ചതും അവൾ തന്നിൽ നിന്ന് പോകുന്നതും. അപ്പോൾ സ്നേഹത്തെ ഒരു വലിയൊരു മിസ്റ്റേക്കായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഷർട്ട്സ് ദ സ്പീക്കർ ബൈസ് ഏർലി ഇൻ ദ റിലേഷൻഷിപ്പ്? ഏതൊക്കെ ഷർട്ടുകളാണ്, അതെന്തിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ? ഏർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ വാങ്ങിച്ചിരുന്നത്. He remembers the colors of shirts he wore in order to impress his lover. Mint green shows the beginning of love. The pink shows the growth of their love. The tan with darker stripes shows love did not last. അദ്ദേഹം 3 കളറിലുള്ള ഷർട്ടുകളാണ് വാങ്ങിച്ചത്. മിൻറ്റ് ഗ്രീനും പിങ്കും, ടാൻ വിത്ത് ഡാർക്ക് സ്ട്രൈപ്സും. മിൻറ്റ് ഗ്രീൻ സ്നേഹത്തിൻ്റെ ആരംഭത്തെയും, പിങ്ക് ഗ്രോത്ത്, സ്നേഹത്തിൻ്റെ ഗ്രോത്തിനെയും, അതുപോലെ ടാൻ വിത്ത് ഡാർക്ക് സ്ട്രൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരകളുള്ള ഷർട്ട് ലവിൻ്റെ ഒരു ട്രാജിക് അല്ലെങ്കിൽ അവസാനത്തെയുമാണ് സിംബിളൈസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, whom does the poet address in the poem? ആരെക്കുറിച്ചാണ് ഈ പോയത്തിൽ സംസാരിക്കുന്നത്? The poet addresses his old lover. He remembers the past days where he was in love,
the time he spent with her, but he realizes that she is gone. He feels that he made a big mistake of loving her. They never wrote, but they shared many promises. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു പോയിന്ന് മാത്രം. നിങ്ങൾക്ക് ആദ്യത്തെ 2 സെൻറ്റൻസ് എഴുതിയാലും മതി. ഓക്കെ. Question number 4. How are the eyes of the speaker's lady love described? സ്പീക്കേഴ്സ് ലേഡി എന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ സ്നേഹിതയുണ്ടല്ലോ, ആ സ്നേഹിതയുടെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ കണ്ണുകളെ കുറിച്ച് എങ്ങനെയാണ് ചാപ്റ്ററിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ് വിത്ത് ഹെർ ബ്ലൂ ഐസ്. നീല കണ്ണുകളാണ്, വളരെ മനോഹരവും അതുപോലെ തന്നെ അട്രാക്റ്റീവുമായിട്ടുള്ള നീല കണ്ണുകളാണ് ആ പെൺകുട്ടിക്ക് ഉള്ളത്. ചാപ്റ്റർ മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാം. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം. ഓക്കെ, താങ്ക് യു.